വെൽക്കം ടു ഫ്ലൈം ബേഡ്സ്. ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നല്ലൊരു മട്ടൻ ചാപ്സും കൂടെ കഴിക്കാനായിട്ടൊരു ബെസ്റ്റ് കോംബോ സവാള വട. നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോയുടെ അടുത്ത് സവാള വടയും അതിൻ്റെ ഒപ്പം തന്നെ മട്ടൻ ചാപ്സാണ് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കണതാണ്. നല്ല മട്ടൻ കിട്ടിയപ്പോൾ വിചാരിച്ച് വന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന്. ഈ റെസിപ്പി മട്ടൻ ചാപ്സ് നമുക്ക് പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, അങ്ങനെ പുട്ട് എല്ലാത്തിൻ്റെയും കൂടി ചോറിൻ്റെ കൂടിയും സൂപ്പറാണ് കേട്ടോ ഈ റെസിപ്പി. പ്ലസ് സവാള വടയുടെ കൂടെ കഴിക്കുമ്പോൾ നമ്മൾ പഴംപൊരിയും ബീഫും കഴിക്കണമായിട്ടൊരു കോമ്പിനേഷൻ. പഴംപൊരിയും മധുരമാണ്, ഇതിൽ മധുരമില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ല, തന്നെ തിന്നാനും നല്ലതാണ്, കറി വേണമെന്നൊന്നുമില്ല. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സവാള വട ഉണ്ടാക്കി കൊടുക്കാം. ഈ മട്ടൻ ചാപ്സ് കഴിക്കാത്തവർ മസ്റ്റായിട്ട് ഉണ്ടാക്കി കഴിച്ചോളട്ടെ, നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. നമ്മുടെ മട്ടൻ ചാപ്സ് ഉണ്ടാക്കാനായിട്ട് 1 കിലോ മട്ടനാണ് എടുത്തേക്കണം. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 കുടം വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പിടി ചെറിയുള്ളി എടുത്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള, വലുത് വേണ്ട, ഒരു മീഡിയം സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളകാണ് കൂടുതൽ ചേർക്കണം. അപ്പോൾ ഒരു 4 പച്ചമുളക് ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. അതുപോലെ പൊടികളായിട്ട് ചേർക്കണത് 1 ടീസ്പൂൺ മുളക് പൊടി. അധികം കളറ് വേണ്ട ഈ കറിക്ക്, മഞ്ഞ കളറിലാണ് ഈ കറി ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊരു എരിവിന് വേണ്ടി മാത്രമാണ് ഈ മുളക് ചേർക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും, പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ എടുത്ത് വെച്ചേക്കണം. പിന്നെ വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മുറി നാളികേരം വേണം. ആ നാളികേരം നല്ലോണം അരയ്ക്കണം. അപ്പോൾ അതിലേക്ക് ചേർക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുരുമുളക്, ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ തന്നെ മറ്റേ പെരുംജീരകമില്ലേ അതും, ഇത് രണ്ടും കൂടി ഇട്ടിട്ടാണ് അരയ്ക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ചൂടാവട്ടെ. നമ്മുടെ പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് ഓരോന്നായിട്ടിട്ട് വഴറ്റുക. അപ്പം ആദ്യം ഞാൻ ഉള്ളിയാണ് എടുക്കണം കേട്ടോ. ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ചെറുതായിട്ട് വാടിയാൽ മതി. അത് കഴിയുമ്പോഴേക്കും നമുക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. സവാളയുടെ ഒപ്പം തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്, വേഗം ആയിക്കോട്ടെ. ഒന്ന് വാടി വരുമ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം. വെളുത്തുള്ളിയും ഒന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പച്ചമുളക് ചതച്ചത് ഇടാം. ഒരു തണ്ട് വേപ്പിലയും കൂടി അതിലേക്ക് ഇടാം. തക്കാളി അതും കൂടി ചേർക്കാം. വലിയ ബുദ്ധിമുട്ടുള്ള ഡിഷൊന്നല്ല, അത് ഈസിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ എല്ലാ പൊടികളും ഒരുമിച്ച് അങ്ങോട്ട് ചേർക്കാം. എല്ലാം കൂടി അങ്ങോട്ട് തട്ടി കൊടുക്കുക. ഈ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ടായ മട്ടൺ അതിലേക്ക് ചേർക്കാം. നമ്മുടെ ഈ മസാലകളൊക്കെയും ഇതിൻ്റെ
റോ ടേസ്റ്റൊക്കെ മാറി. ഇനി നമുക്ക് നമ്മുടെ മട്ടൺ എടുത്തിടാം കേട്ടോ. ശരിക്കിത് ക്യൂബായിട്ടുള്ള പീസുകളായിട്ട്, അതായത് ഇത്തിരി വലിപ്പമുള്ള പീസുകളാണ് കുറച്ചുകൂടി നല്ലത്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ഇറച്ചി ഓൾറെഡി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വന്നേക്കണ കാരണം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നന്നായി ഇറച്ചിയിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. മട്ടണിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റീലിൻ്റെ കുക്കറായ കാരണം അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂടി വെച്ചിട്ട് നമുക്കൊരു 3-4 വിസിൽ വേവട്ടെ. ഈ ഇറച്ചി ഇവിടെ വേവണ നേരം കൊണ്ട് നമുക്ക് ഈ അരമുറി നാളികേരത്തിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മുടെ പെരുംജീരകവും കുരുമുളകും അത് രണ്ടും ഇട്ടിട്ട് ഒന്ന് വറുക്കാം. നാളികേരം വറുക്കാമെന്ന് പറഞ്ഞാൽ സാധാരണ വറുക്കണ മാതിരി കളർ മാറ്റണ്ട. ഇതിൽ വെള്ളം ഒന്ന് വറ്റിച്ചാൽ മതി. അതായത് കളർ മാറാണ്ട് റോസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ആവാറായിട്ടാ. ഇതിലെ വെള്ളമൊക്കെ വറ്റി കളറൊന്നും മാറിയിട്ടില്ല. എന്നാൽ വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ച് കൊണ്ടുവരാം. മട്ടൺ നമ്മുടെ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പില്ലേ, നാളികേരവും കുരുമുളകും ജീരകവും കൂടി ഇട്ട് അരച്ച ആ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. നല്ല അടിപൊളി മട്ടൻ ചാപ്സ് ഇതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫോർട്ട് കൊച്ചിക്കാരുടെ ഭക്ഷണമാണത്, ഈ മട്ടൻ ചാപ്സ്. ഇത് ശരിക്കും നല്ല അപ്പം, ഇടിയപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാം കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇന്നൊരു വെറൈറ്റി കോമ്പിനേഷനാണ് ചെയ്യണേ. അതായത് സവാള വടയുടെ കൂടെ ഈ മട്ടൻ ചാപ്സ് വിൽക്കണ ഒരു സ്ഥലമുണ്ട് ഫോർട്ട് കൊച്ചിയിൽ, നമ്മുടെ വാട്ടർ മെട്രോൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പോൾ അതുപോലെ ഒന്ന് കഴിച്ച് നോക്കണുണ്ട് കേട്ടോ, എങ്ങനെയുണ്ടാവും അറിയാം. ഇനി ഇതിൻ്റെ ലാസ്റ്റ് പണി നമുക്ക് കുറച്ച് ഉള്ളി മൂപ്പിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. അതോടുകൂടി ഈ പരിപാടി കഴിയും. കറിവേപ്പിലയും ഒരു തണ്ടിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മട്ടൻ ചാപ്സ് റെഡി. നല്ല അടിപൊളി, നല്ല ഗ്രേവിയും പൊറോട്ടയും എന്തിൻ്റെ കൂടെയും വേണമെങ്കിൽ ഇത് കഴിക്കാം. കാണുമ്പോൾ എന്നെ കഴിക്കാൻ തോന്നണല്ലേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തോ. സവാള വട ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ എടുത്തേക്കണത് ഒരു സവാള, പിന്നെ ഒരു കുഞ്ഞ കഷ്ണം ഇഞ്ചി, എരിവിന് ഞാൻ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്, പിന്നെ ഫ്ലേവറിനൊരു കറിവേപ്പില ഒരു തണ്ട്, പിന്നെ 2 കപ്പ് മൈദയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഞാൻ ചേർക്കണത് ഈസ്റ്റാണിത്, കുറച്ച് ഈസ്റ്റ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കുരുകുരുന്ന് അരിഞ്ഞെടുക്കുക, ഇത് കുരുകുരുന്ന് അരിഞ്ഞെടുക്കുക, ഇത് വട്ടം അരിഞ്ഞെടുക്കുക, ഇതും കുരുകുരുന്ന് അരിഞ്ഞെടുക്കുക. ഈ സവാള അരിയുമ്പോഴുള്ള പ്രത്യേകത എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ സൈഡ് കുറച്ച് അരിയുക, ഇങ്ങനെ അരിയുക, പിന്നെ ഇങ്ങനെ അരിയുക. അതായത് ഫുള്ള് നീളത്തിൽ അരിയണ്ട. അപ്പോൾ ഇങ്ങനെ അരിയുമ്പോൾ കറക്റ്റ് പാകവും.
ഇഞ്ചി ഇതുപോലെ കുരുകുരുന്നരിയുക. പച്ചമുളക് നൈസായിട്ട് അരിയുക. ഇനി കറിവേപ്പില, നൈസായിട്ട് അരിയുക. സവാളയും പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി ഒരു വലിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തേക്കണേ. 2 കപ്പ് മൈദയും പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ റവ, വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല, ഒത്തിരി ക്രിസ്പിനെസ് ഉണ്ടാവാൻ വേണ്ടിയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഞാൻ ചേർക്കണത് ഈസ്റ്റാണ്, ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ്, ഇത് വീർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈസ്റ്റ് ഇടാണ്ട് സോഡപ്പൊടി മാത്രം ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, സോഡപ്പൊടി മാത്രം ഇട്ടിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്ത് വയ്ക്കാം. കുറേശ്ശെ ഒഴിക്കുക. ഇതിപ്പോൾ എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ട ഈ പരുവായിരിക്കണം. ഇങ്ങനെ വിട്ട് ഒരു ഉണ്ട പോലെ ഇങ്ങനെ വിട്ട് വരണണ്ട. അതായത് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഹോളിട്ട് വട ഇങ്ങനെ വറക്കാം. ആ വട അങ്ങനെ വറക്കണ രീതിയിലേക്ക് ഉള്ള മാവായിരിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. കണ്ടോ? ഈ മിക്സിലേക്ക് പെരുംജീരകം ഒരു നുള്ളും കൂടി ചേർക്കണം കേട്ടോ. ഓപ്ഷനിലാണ്, വെറുതെ ഇടയ്ക്കൊന്ന് കടിക്കാമല്ലോ. അപ്പം ഇതിനി മിക്സ് ചെയ്തിട്ട് 3 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വട റെഡിയാക്കാം കേട്ടോ, സവാള വട. ഈ മാവ് എടുത്തിട്ട് എത്രയും വലിപ്പം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വലിപ്പത്തിനുള്ള മാവ് എടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഹോള് റെഡിയാക്കുക. കണ്ട ഇങ്ങനെ വരച്ചാൽ മതി. എന്നിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ തിളച്ച എണ്ണയിലേക്ക് ഇടാം. അങ്ങനെയാണ് സവാള വട ഉണ്ടാക്കുക. ഇങ്ങനെ ആവശ്യത്തിനുള്ള മാവ് എടുക്കുക, ഇങ്ങനെ വലിക്കുക. പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സവാള വട റെഡി ആയിട്ടുണ്ട്. ഈ സവാള വട ഉണ്ടാക്കണതിൻ്റെ ഒപ്പമുള്ള ട്വിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ട്വിസ്റ്റ് അല്ല, അതിൻ്റെ കോമ്പിനേഷൻ ഞാൻ ഇപ്പോൾ കാണിക്കാം. നല്ല അടിപൊളി മട്ടൻ ചാപ്സിൻ്റെ കൂടെ ഞാൻ ഈ സവാള വട കഴിച്ച് നോക്കാൻ പോകണം കേട്ടോ. നോക്കാം എങ്ങനെയുണ്ടെന്ന് കോമ്പിനേഷൻ. സവാള വട മാത്രം ഞാൻ ആദ്യം കഴിച്ചോട്ടെ കേട്ടോ. അടിപൊളി, കടയിൽ നിന്ന് കിട്ടണ അതേ ടേസ്റ്റ് തന്നെയാണ്. ഇത് ഞാനീ പറഞ്ഞ ഇനി വാട്ടർ മെട്രോയുടെ അവിടെ കിട്ടുന്ന ആ കോമ്പിനേഷൻ ഇല്ല, അതായത് നമ്മുടെ ഉള്ളിവടയും മട്ടൻ ചാപ്സും കഴിച്ചോട്ടെ. നല്ല കേട്ടോ, നല്ല ക്രിസ്പി വടയും കുറേയും കൂടി നല്ല കോമ്പിനേഷൻ ഉണ്ട്. ഉള്ളിവട തന്നെ നല്ലതാണ്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചോ, അടിപൊളിയാവും. ചൂട് കൊടുക്കണം, കൊതിയാവുണ്ട് അല്ലേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റെങ്കിലൊക്കെ ഒന്ന് ചെയ്തോളൂ ഇടയ്ക്ക്. താങ്ക് യു.